ഹലോ ഗൈസ്, ബാക്ക് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ മൈക്ക് ഏതാണെന്ന് അറിയണ്ടേ? ഇതാണ് നമ്മുടെ മൈക്ക്, ഫൈൻ 5ൻ്റെ A6V. ആംബ്ലി ഗെയിം A6V ഗെയിമിംഗ് മൈക്രോഫോണാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നതും ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നേരെ വീഡിയോ പോകാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരികയാണെങ്കിൽ ഇതൊരു കണ്ടൻസർ മൈക്കാണ്. പിന്നെ വരുന്നത് എന്താ പറയുക, പോളാർ പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു അണ്ടർ ക്രിയേഷണൽ ടൈപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ടിലാണ് ഇത് പവർ സപ്ലൈ ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ പി സിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത് USB കേബിള്, പിന്നെ C ടൈപ്പ് ഇതും നമുക്ക് അതിൻ്റെ ഒപ്പം തരും. പിന്നെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മൈക്ക് ഞാൻ കാണിച്ചേ. അപ്പോൾ ഫീച്ചർ കാണുമ്പോൾ മൈക്ക് അത് നിങ്ങൾ കാണുക. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്ക്. ഇതാണ് നമ്മുടെ ഫൈൻ 5ൻ്റെ ആംബ്ലി ഗെയിം A6V. ഇതിൽ ഫീച്ചർ ഇതിൽ വരുന്നത് ഇതൊക്കെ വെച്ചാൽ ഒരു പോപ്പ് ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ RGB മാറി മാറി RGB മാറി മാറിയുണ്ട് RGB വെക്കണം. അതുപോലെ എല്ലാം. പിന്നെ ഇതിലൊരു നമ്മൾ വലിയ മൈക്കൊക്കെ കാണുമ്പോൾ അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന അതിൻ്റെ വോളിയം ഉണ്ട്. ഇതിൻ്റെ വോളിയം കൂട്ടി നമുക്ക് എവിടെയാണ് പോലും കണ്ടുപിടിക്കാനേ പറ്റില്ല. ഇതിൻ്റെ വോളിയം കൂടുന്നത് ഇവിടെയാണ്. പക്ഷേ ഇതിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അടിയിൽ നോക്കണം. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട്, ട്രൈപോഡ് പോലെ ഉപയോഗിക്കാൻ സ്റ്റാൻഡ് ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഇങ്ങനത്തെ മൈക്ക് വെച്ച് മറ്റെന്താ പറയുക, അങ്ങനത്തെ ഒരു മൈക്കില്ല, അത് വെച്ചാലും നമുക്ക് പണിയാണ്. കാരണം ഇതിൻ്റെ അടിയിൽ നമുക്കിത് അറിയാൻ പറ്റില്ല. ഇവിടെ ഉണ്ടോ ഡൗട്ട്? ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയത് എങ്ങനെയാണ് സൗണ്ട് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത്, എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ കേൾക്കണത് ഇപ്പോൾ ഈ മൈക്കാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ സൗണ്ടൊക്കെ മൊത്തം. പിന്നെ ഫീച്ചർ പറയുകയാണെങ്കിൽ ടാപ്പ് മ്യൂട്ട് എന്ന് വെച്ചാൽ ഇതിനെ ടാപ്പ് ചെയ്യുന്നത് ഇതൊരു ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക് എൻ്റെ ഒരു അറിവിലില്ല. വേണ്ട ഫോണോ ഇതാണ് ഇതിൻ്റെ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ. മറ്റേതൊക്കെയാണ് നമ്മൾ കുറേ വേറെ വില കൂടി ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറേ അങ്ങോട്ട് കുത്തി കുറേ ഇങ്ങോട്ട് കുത്തി അവിടെ കുത്തി, പിന്നെ അതിൻ്റെ മറ്റേ ഓക്സും അല്ല മറ്റേ എന്നിട്ട് പറയാം എൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ മേടിക്കില്ല, അതൊക്കെ മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതാകെ ഇതിൻ്റെ ഇവിടെ ഇതോട് ഊരുക, അല്ലെങ്കിൽ ഇവിടെ കുത്തുക, ബാക്കിൽ PC ബാക്കിൽ USB കേബിൾ കുത്തുക, നമ്മൾ മൗസ് കണക്ട് ചെയ്യില്ലേ, അതന്നെ സാധനം. പിന്നെ RGB ലൈറ്റ്, അത് നമ്മൾ ഇത് മൈക്ക് മ്യൂട്ടാവണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമെന്ന് വെച്ചാൽ അവിടെ ആവണത് അത് നല്ല ഫീച്ചർ. പെട്ടെന്ന് നമ്മുടെ അമ്മമാർ എടുത്തോടാ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ദേഷ്യം വരും. അപ്പോൾ പെട്ടെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് കണ്ട നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡിയാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ പോപ്പ് ഫിൽറ്റർ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഗൈസ്, ചെക്ക് 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 ചെക്ക്. കണ്ടോ പോപ്പ് ഫിൽറ്റർ വെച്ചുള്ള വ്യത്യാസം കണ്ടോ? അങ്ങനെ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഗെയിൻ കൺട്രോൾ വെച്ചാൽ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ് ഉദ്ദേശിക്കണേ.
ഏകദേശം അതുപോലെ വരും. പിന്നെ ഇത് നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ച് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കണ്ടൻസർ നമുക്ക് ഒരിക്കലും ഊരാൻ പറ്റില്ല കേട്ടോ. ഇതിൽ നിന്ന് കണ്ടൻസർ ഒരിക്കലും ഈ ബാൻഡിൽ നമുക്ക് ഊരാൻ പറ്റില്ല. അത് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. അല്ല, മനസ്സിലായില്ലേ? അതിങ്ങനെ ഇരിക്കുന്നതാണ്, നമുക്ക് ഊരാൻ പറ്റില്ല ഒരിക്കലും. പോപ്പ് ഫിൽറ്ററും ട്രൈപോഡും മാത്രം മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റാൻഡൊക്കെ വെക്കാൻ പറ്റും ഇത് കളഞ്ഞിട്ട്. അതാണ് 5.5ൻ്റെ A6V പറഞ്ഞ കൂളസ്റ്റ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും. പിന്നെന്താ ഇതിൽ കളേഴ്സൊക്കെ വരുന്നത് എന്താണെന്നറിയോ? കളേഴ്സ് നമുക്ക് വരുന്നത് വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. എനിക്ക് ആകും വൈറ്റും പിങ്കും ബ്ലാക്കും മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തത് ബ്ലാക്കാണ്. ഞാൻ ബ്ലൂ ആണോ ഓർഡർ ചെയ്തത്? ബ്ലാക്കോ ഏതൊന്നും ഓർഡർ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്തിട്ടതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവനൻറ്റ് ഫങ്ഷൻ കീ. ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ കൂട്ടുന്നത്. ഞാൻ എൻ്റെ ബോക്സൊക്കെ ഇട്ടാണ് നോക്കണേ. പിന്നെ ബിൽഡിൻ സൗണ്ട് കാർഡ്, പിന്നെ റേഡിയൻ്റെ RGB ലൈറ്റ്. അങ്ങനെ 5.5ൻ്റെ ഒരു കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്കിതോടെ വയ്ക്കാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 5.5ൻ്റെ ഇതിലാണ്. കണ്ടില്ലേ? 5.5ൻ്റെ ഇതിലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സൗണ്ട് ടെസ്റ്റ് ഒന്നും ചെയ്യണമല്ലോ, അറിയില്ലേ? പക്ഷേ ഞാൻ ഒരു അപ്ഡേറ്റൊന്നും ഇതും ചെയ്തിട്ടില്ല. മേടിച്ച് ഫിക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ബോക്സ് നല്ലൊരു സാധനമാണ്, നല്ലൊരു ബോക്സാണ്. പിന്നെ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു പാക്കേജിങ്ങാണ്. തുറന്നു കഴിയുമ്പോൾ ഒരു തെർമോക്കോളാണ് എന്താ സാധനം. പിന്നെ യൂസർ മാനുവൽ. പിന്നെ ഇതാണ് നമ്മുടെ ഈ സാധനം വന്നത് ഇതിൽ കൂടെയാണ്. മറ്റേ ട്രൈപോഡ് സ്റ്റാൻഡ് വന്നത് ഇതിൽ കൂടെയാണ്. പിന്നെ നമുക്കൊരു ഓരോ സാധനങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു പാക്കേജിങ്ങാണ് അവർ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. പിന്നെ എനിക്ക് ഇത് ഞാൻ മേടിച്ചാണ്. റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 2400 ആൻഡ് സംതിങ് ആണ്. ഞാൻ ചെക്ക് ചെയ്തിട്ടാ ഒരു മിനിറ്റ് ഗൈസ്, ചെക്ക് ചെയ്തിട്ടാ ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് മേടിച്ചത് 2410 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഇച്ചിരി വില കുറവുണ്ട്, ആമസോണിനായിട്ട് ഇച്ചിരി വില കുറവുണ്ട്. പിന്നെ 5.5ൻ്റെ ഇതിലാണ് മേടിക്കുന്നത്. നമുക്ക് വാറണ്ടി ഉണ്ടാവും. ഒരു വാറണ്ടി ഇല്ല എന്നാണ് എൻ്റെ ഒരു വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഇല്ല. നമ്മൾ 5.5ൻ്റെ മേടിച്ചാൽ നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വാറണ്ടി കിട്ടില്ല. അതിന് വാറണ്ടി പറയാൻ നമുക്കിതിപ്പോൾ എത്ര ബഡ്ജറ്റ്, നമുക്കിതിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. കാരണം ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് USB. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പോഡ്കാസ്റ്റോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ A6V കണ്ടൻസർ മൈക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് വീണ്ടും വരുന്നവരെ ബൈ ബൈ.